ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്, അതേപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ റിലേഷൻഷിപ്പുള്ള ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോഷ്യൽ മീഡിയാസ് നമ്മുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് താരതമ്യപ്പെടുത്തലും അസൂയയുമാണ്. അതായത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഇൻസ്റ്റഗ്രാമും വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരിടുന്ന കുറേ റീൽസ് ആയാലും അല്ലെങ്കിൽ സ്റ്റോറി, സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. മീൻസ് അവരുടെ ലൈഫുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവരിടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ അവരുടെ പാർട്ട്ണറുമായിട്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റീൽസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നത് ഇവർ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വരാം. അത് എല്ലാവരിലും ഒട്ടുമിക്ക ആളുകളിലും വരുന്ന സംഭവമാണ്. വേറൊരാളുടെ കാണുന്ന സമയത്ത് എനിക്ക് എവിടേക്കോ മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് ഇങ്ങനെ തോന്നാം എന്നുള്ളതാണ്. ഇത് നമ്മൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു രീതിയിലേക്ക് നമ്മളെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവരോട് നമുക്കൊരു അസൂയ തോന്നാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ അപര്യാപ്തത നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കുറയുന്നു എന്നുള്ളതാണ്. അതായത് അമിതമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ടുള്ള മുഖാമുഖ കമ്മ്യൂണിക്കേഷൻ, മുഖാമുഖ സംഭാഷണം കുറയാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അടുത്തുള്ള ഒരുമിച്ചുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ടാവാം, പക്ഷെ എങ്കിലും ഒരുപാടൊന്നും അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് നേരം സംസാരിക്കും, പിന്നീട് അങ്ങോട്ട് ഫോൺ എടുത്ത് യൂസ് ചെയ്യുക, ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളുടെ മുഖം നേരെ ഫോണിലേക്കായിരിക്കും എന്നുള്ളതാണ്. അതായത് ഫോണിലേക്കായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അഡിക്റ്റ് ആയിരിക്കുന്നതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത്തരത്തിൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട്, അതായത് സോഷ്യൽ മീഡിയാസ് ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് അഡിക്റ്റ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. സോ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുഴപ്പം, അതായത് രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. വിശ്വാസക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റ് ആണ്, അതായത് ഫോണിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ നമ്മുടെ പാർട്ട്ണർ ഇപ്പോൾ നമ്മുടെ സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് റീൽസ് ആയിരിക്കാം, പക്ഷേ ഇത് കണ്ടുവരുന്ന ആൾ, അതായത് നമ്മുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവുക ഫുൾ ടൈം ആള് ഫോണിലാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. സോ ഇതിൽ എന്താണ് ഇത്ര നോക്കാനുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ്, കുറച്ച് നേരം സംസാരിച്ചിട്ട് ശരി ഞാൻ വെക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ആൾ നോക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഓൺലൈനിൽ തന്നെ കാണുന്നുണ്ട്, അതായത് ഓൺലൈനിലുണ്ട്, ആക്റ്റീവാണ്. സോ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കുന്നത് ഇപ്പോൾ തിരക്കാണെന്ന് പറഞ്ഞിട്ട് വെച്ച ആളാണല്ലോ, പിന്നെ എന്താണ് ഫുൾ ടൈം ഓൺലൈനിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വരാറുണ്ട്. ഇങ്ങനെ വരുമ്പോഴും എന്താണ് അവർ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ തിരക്കാണ്, സോ മറ്റാരോടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മളോടൊന്നും മാത്രമല്ല, അവരാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആ ഒരു ചിന്ത അവരോടും തോന്നാം എന്നുള്ളതാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലും വരുന്നൊരു കാര്യമാണ്. എത്രത്തോളം വിശ്വാസവും ഇഷ്ടവും ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും, സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴുള്ള മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസക്കുറവ് ഉണ്ടാകുന്നു എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് കോൺഫ്ലിക്ട്സ് ആണ്. അതായത് പരസ്പരമുള്ള ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ കൂടുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസക്കുറവ് വരാം. സോ അതുകൊണ്ട് തന്നെ അവര് മേ ബി ഈ ഒരു ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ, അതായത് ഇപ്പോൾ നമ്മൾ അതിനൊരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതായത് എൻ്റെ ഫോൺ ഞാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ആർക്കും ഞാൻ ഈ ഫോൺ കൊടുക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഫോൺ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ മടി കാണിക്കുന്നുള്ളതാണ്. ഇല്ല നോക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉള്ളത് കൊണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ ഫോൺ വേറൊരാൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം.
അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും അവിടെ ഒരു വഴക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും വഴക്ക് വരും എന്നുള്ളതാണ്. അതായത് അങ്ങനെ നമ്മളോട് ഫോൺ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഈ ഫോണിൽ എന്തോ സംതിങ് ഉണ്ട്, നമ്മളെന്തോ അവരിൽ നിന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരാം എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ആളായിരിക്കാം. അതായത് എൻ്റെ ഫോൺ ഞാൻ യൂസ് ചെയ്യും, മറ്റാൾ യൂസ് ചെയ്യരുതെന്ന് വിചാരിക്കുന്ന ആളായിരിക്കാം. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. എൻ്റെ ഫോൺ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേപോലെ ഇപ്പം ഞാൻ അതിലൊന്നും ഹൈഡ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഫോൺ ഞാൻ ഓപ്പൺ ആയിട്ട് വെക്കുന്നുണ്ട്, ആർക്കും യൂസ് ചെയ്യാം. സോ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ അവർക്ക് നമ്മൾ അറിയാൻ പാടാത്ത എന്തോ കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുമ്പോൾ വഴക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഈ സംശയം എന്ന് പറയുന്ന രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും പരസ്പരമുള്ള വഴക്ക് കൂടാനുള്ള ചാൻസ് അവിടെ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണ്. അതായത് നമ്മൾ ഇത്തരത്തിൽ ഫോണിൽ ഈ പറയുന്ന റീൽസും വീഡിയോസും ഒക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് അവർ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പി അല്ല, ഇങ്ങനെയുള്ള ഒരു തൃപ്തി അല്ലാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പാണെന്നൊരു തോന്നൽ വരാം. അതേപോലെ തന്നെയാണ് മറ്റു പല വീഡിയോസ് കാണുമ്പോഴും ഇതുപോലെ എൻ്റെ റിലേഷൻഷിപ്പിൽ വരണം, അല്ലെങ്കിൽ ഇതാണ് ശരിക്കുമുള്ള ഒരു റിലേഷൻഷിപ്പ്, സോ ഇങ്ങനെ എൻ്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാരേജ് കഴിയാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണ്. സോ അതിൽ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ കുറേ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ കുറേ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത്, അങ്ങനെയുള്ള അവരുടെ റൊമാൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക എൻ്റെ മാരേജ് കഴിയുമ്പോഴും ഞാനും ഇതേ രീതിയിലായിരിക്കും, അതായത് ഇങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുള്ളതാണ്. സോ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ പിന്നീട് അങ്ങോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നത് ഒരു വിഷമം എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മൾ കാണുന്ന വീഡിയോസോ റീൽസോ ഒന്നും അല്ല നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്, വളരെ വ്യത്യസ്തമാണ്. അതൊക്കെ ശരിക്കും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അതാണ് ശരിക്കുള്ള ജീവിതം എന്ന് പറയാൻ പറ്റില്ല. എന്ന് കരുതി അങ്ങനെ അല്ലാന്നും പറയുന്നില്ല, അങ്ങനെ ജീവിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഇത് കാണുന്ന സമയത്ത് പലരും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഓവർ എക്സ്പെക്ടേഷൻസ് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ വരാനും അത് പിന്നീട് നമുക്ക് തന്നെ വിഷമമായിട്ട് വരാനും സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരാൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് ഒരു മാരേജിലേക്ക് പോകുമ്പോൾ പിന്നീട് താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ, നടക്കാതെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് ആ റിലേഷൻഷിപ്പിൽ ഒരു മടുപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അങ്ങോട്ട് റിലേഷൻഷിപ്പ് നന്നായി പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. മേ ബി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കാരണം ഇഷ്ടക്കേടോട് കൂടിയിട്ട് പിന്നീട് അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടതായിട്ട് വരാം. സോ അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു 5 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക, അത് നിങ്ങൾക്ക് എത്ര നല്ലതാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എത്ര നല്ലതാണെന്നുള്ളത്. നമ്മളെല്ലാവരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു ബന്ധം എനിക്ക് ഒരുപാട് കാലം വേണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജസ്റ്റ് ടൈം പാസിന് നോക്കുന്നവരല്ല ഞാൻ പറയുന്നത്, സീരിയസ് ആയിട്ടൊരു ബന്ധത്തെ കാണുന്ന ആളുകളെയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അതിനൊരു ടൈം വയ്ക്കുക, ഇത്ര ടൈം ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് വയ്ക്കാം. ബാക്കിയുള്ള ടൈം നമുക്കും നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്